Hey, hello, welcome back to my channel. So, നമ്മൾ റിയാക്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്, അതായത് ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് എവിടെ വരാം, ഫോംസ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഏകദേശം പറയുവാണെങ്കിൽ നമ്മള് റിയാക്റ്റില് പ്രോബ്സ് വരെയൊക്കെ നോക്കിയായിരുന്നു അല്ലെ. റിയാക്ടിന്റെ കുറച്ച് ബേസിക് ഇൻട്രൊഡക്ഷൻ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പോണൻസ്, അതേപോലെ നമ്മളുടെ കമ്പോണൻസിനെ എങ്ങനെ ബ്രീഡ് ചെയ്യാം, എങ്ങനെ അതിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഡീറ്റെയിലിങ്സും കാര്യങ്ങളും, എന്തിനാ എവിടെയൊക്കെയാ യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാം കമ്പോണൻസിന്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കി. ദെൻ പ്രോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഒക്കെ നോക്കിയായിരുന്നു. ആൻഡ് നമ്മൾ ഫോംസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫോംസിന്റെ ഞാൻ കുറച്ച് ആ ഒരു ഫോം ഹാൻഡിലിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞത് തുടങ്ങിയിട്ടില്ല. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ഫോമിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ നമുക്ക് ഇനിയുള്ള ഇതിൽ നോക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ എന്റെ ഈ ഒരു ട്യൂട്ടോറിയൽ പോലെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെ തൊട്ട് തൊട്ട് കുറച്ച് ടോപ്പിക്സ് ഒക്കെ റിയാക്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ കരുതി നമ്മൾ എന്തിനാണ് ഇട്ട വീഡിയോ തന്നെ റെപ്പറ്റീറ്റ് ചെയ്യണ്ടല്ലോ. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾ എന്റെ ഈ ഒരു എന്താണ് ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ വീഡിയോ കാണുമല്ലോ. അപ്പൊ ഞാൻ അതിൽ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോസുകളുണ്ട്. അപ്പം ഏകദേശം ഇനി വരുന്ന ടോപ്പിക്സ് മുഴുവൻ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാണ് ഏതൊക്കെ വീഡിയോസ് നിങ്ങൾ ഇനി ഒരു എന്താ ഓർഡറിൽ കാണണം, അതേപോലെ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, എന്റെ വീഡിയോയിൽ തന്നെ ഉള്ള വീഡിയോസിലെ കണ്ടന്റ്സ് ഓർഡർ വൈസ് ഏതൊക്കെ നോക്കണമെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ ഓൾറെഡി നമ്മളുടെ ഒരു തേർഡ് ചാപ്റ്ററിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജാവാ സ്ക്രിപ്റ്റ് അല്ല, സെക്കൻഡിലല്ല, ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ പറയുന്ന എല്ലാ ചാപ്റ്ററിലും ഏകദേശം പറയുന്ന കാര്യമാണ്. നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് പഠിക്കാതെ റിയാക്ട് ജേസിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്കും അറിയാം. കാര്യം എന്താ, റിയാക്ട് ജേസിൽ ജാവാ സ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന് പറയുമ്പോൾ ജാവാ സ്ക്രിപ്റ്റ് പഠിക്കാതെ നേരെ നമുക്ക് റിയാക്ട് ജേസ് പഠിക്കാൻ പറ്റില്ല. സോ അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് ജാവാ സ്ക്രിപ്റ്റ്. സോ ജാവാ സ്ക്രിപ്റ്റ് പഠിക്കണമെങ്കിൽ ഞാൻ എന്റെ വീഡിയോയുടെ ലിങ്കുകൾ, ഓരോ വീഡിയോയുടെ ലിങ്ക് ഓർഡർ വൈസ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആൻഡ് ഐ ബട്ടണിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്റെ ചാനൽ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് കാണാം കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ റെക്കമെൻഡ് ചെയ്യാം. വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മളുടെ വീഡിയോ ഇതാണ്. ഇതാണ്ടേ, ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സിന് വേണ്ടി ഇത് ഞാനൊരു ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.25 മണിക്കൂറൊക്കെ വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഒരുപാട് വെപ്രാളം ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഭയങ്കര എത്രയും പെട്ടെന്ന് റിയാക്ട് പഠിക്കണം എന്ന് അങ്ങനല്ല. നമ്മൾ ഏത് ലാംഗ്വേജ് എടുത്ത് പഠിച്ചാലും അതിന് സമയം എടുത്ത് തന്നെ പഠിക്കണം. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചാൽ നടക്കത്തില്ല. അത് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ ഇവിടെ ഒരു കൺസൈസ് ഫോമിൽ ഒന്ന് ചുരുക്കി പ്രിസൈസ് ഫോമിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ജാവാസ്ക്രിപ്റ്റ് ബേസിക് ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കണ്ട് അത് നല്ലതുപോലെ മനസ്സിലാക്കി ഒരുവിധമെങ്കിലും മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ റിയാക്ടിലോട്ട് വരിക. അപ്പൊ ഈ ഒരു വീഡിയോ ആണ് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് എന്നുള്ളൊരു വീഡിയോ. ഇതിന്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1 എന്ന് നമ്പർ ചെയ്ത് കൊടുത്തിരിക്കാം. 1 അതായത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നുള്ള വീഡിയോ. സെക്കൻഡ് നിങ്ങൾ കാണുന്നുള്ള വീഡിയോ ആണ് ദാണ്ട് ഈ ഒരു വീഡിയോ, ജാവാസ്ക്രിപ്റ്റ് ES6 കോൺസെപ്റ്റ്. അതായത് നമ്മൾ റിയാക്ട് പഠിക്കുന്നതിന് മുമ്പ് യു ഷുഡ് നോ ബിഫോർ സ്റ്റാർട്ടിങ് റിയാക്ട് ജേസ് എന്നാണ് ഞാൻ അതിന്റെ ഒരു തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് റിയാക്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുക. ജാവാസ്ക്രിപ്റ്റിന്റെ ES6 കോൺസെപ്റ്റ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പൊ ഞാൻ സെക്കൻഡ് എന്ന് നമ്പർ ഇട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇത് ഇത്രയും കണ്ടു തീർക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സമയം എടുത്ത് ഓരോ ദിവസങ്ങളായിട്ട് കണ്ടു വന്നാൽ മതി. നമ്മൾ പ്ലേലിസ്റ്റ് എന്തായാലും നമ്മളുടെ ചാനലിൽ കാണുമല്ലോ, അപ്പൊ അതുപോലെ നോക്കിയാൽ മതി. അപ്പൊ ഈ വീഡിയോ നെക്സ്റ്റ് കാണാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ കാണുന്ന വീഡിയോ ആണ് ഇംപ്ലിമെന്റ് ES6 കോൺസെപ്റ്റ് ഇൻ റിയാക്ട് ജേസ്. നമ്മൾ ES6 കോൺസെപ്റ്റ് പഠിച്ചു എന്താണ്, ഇനി അത് നമ്മൾ റിയാക്റ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ HTML കൂടെ ആയിരിക്കും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റിയാക്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് JSX ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ.
അപ്പം നമ്മുടെ റിയാക്റ്റില് എങ്ങനെയാണ് ES6 കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക? രണ്ടും ഏകദേശം സെയിം ആണ്, അവിടെ ഇവിടെയും കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതും കാണും. അതിനുശേഷം എന്താ കാണാനുള്ളത്? ഇത് കാണുക. ഓക്കെ, അപ്പൊ ഈ ഒരു 3 വീഡിയോ ഒരു ലൂപ്പിൽ കാണുക. ഫസ്റ്റ് ജാവസ്ക്രിപ്റ്റ് പഠിക്കുക. ജാവസ്ക്രിപ്റ്റ് അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇത് 3 അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എന്നാലും ES6 റിയാക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. കാര്യം റിയാക്റ്റിന്റെ ഒരു ബിഗിനർ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ ജാവസ്ക്രിപ്റ്റ് ES6 കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ ഇത്രയും ഫസ്റ്റ് നിങ്ങൾ കാണും. കണ്ടതിന് ശേഷം നമ്മൾ ഇന്നലെ, അതായത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫോം ഹാൻഡ്ലിംഗ് ആണ് അല്ലെ. പക്ഷെ ഞാൻ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഫോമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ ഞാൻ ഒത്തിരിയും ഡീറ്റെയിൽ ആയിട്ട്, നമ്മൾ നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് കരുതി. അപ്പൊ ആ ഒരു വീഡിയോ ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്കുള്ള ബേസിക് ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നമ്മളുടെ മറ്റേ ചാനലിന്റെ കണ്ടിന്യൂഷനിലോട്ട് വരാം. അതായത് ചാപ്റ്റർ 7 അങ്ങാണ്ടാന്ന് തോന്നുന്നു ഇനി വരാനുള്ളത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ വരാം, ഫോം പാർട്ട് 2. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ദാണ്ട ഈ ഒരു വീഡിയോ കാണും, ഫോം ഹാൻഡ്ലിംഗ്. ഇതിന്റെയും ലിങ്ക് ഞാൻ ഓർഡർ വൈസ് ആയിട്ട് ഫസ്റ്റ് കാണുള്ളത്, സെക്കൻഡ് കാണുള്ളത്, തേർഡ് കാണുള്ളത്, അങ്ങനെ ഫോർത്ത് കാണുന്നത് നമ്പർ ഇട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. അപ്പൊ ഓരോ നിങ്ങൾ കവർ ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാവുമല്ലോ. അപ്പൊ ഇനി കാണേണ്ടുള്ളത് ഈ ഒരു വീഡിയോ ആണ്, ഫോം ഹാൻഡ്ലിംഗ്. സിംഗിൾ ഫീൽഡ് ഉണ്ട്, മൾട്ടിപ്പിൾ ഫീൽഡ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ നമുക്ക് ഫോമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, റിയാക്റ്റിൽ എങ്ങനെ ഫോം യൂസ് ചെയ്യുന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ. നമുക്ക് ഏതൊരു ബിഗിനറിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാണാം, ഫോം ഹാൻഡ്ലിംഗ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ ഇത്രയും കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മളുടെ ഓൾമോസ്റ്റ് നമുക്ക് നമ്മളുടെ ടോപ്പിക്സ് ഒക്കെ കവറപ്പ് ആവും. ഇനി അതിനുശേഷം വരുന്ന ഒരു ടോപ്പിക്കാണ് CSS സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. റിയാക്റ്റിൽ നമ്മൾ എങ്ങനെ CSSനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോ കാണുക. CSS സ്റ്റൈലിംഗ് ഇൻ റിയാക്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ ഫോം ഹാൻഡ്ലിംഗ് കാണുക, then CSS സ്റ്റൈലിംഗ് ഇൻ റിയാക്ട് കാണുക. ഓക്കെ, ഇത്രയും കണ്ടതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹുക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ഹുക്സിന്റെ വീഡിയോ എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഞാൻ ഏകദേശം ഒരു 3 ഹുക്സിന്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അത് 3ഉം നിങ്ങൾ കാണും. ഓക്കെ, ഇപ്പൊ ഞാൻ എളുപ്പപ്പണി ചെയ്യല്ല, ഞാൻ നിങ്ങൾക്കൊരു ഒരു ഗൈഡൻസ് തരുമെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോ വീണ്ടും റെപ്പറ്റീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒരു ഗൈഡൻസ് തരുന്ന പോലെ നിങ്ങൾ ആ വീഡിയോസ് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരെ, ഞാൻ ഉൾപ്പെടെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ ആകുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ വലിച്ചു നീട്ടുന്നോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ഞാൻ മാക്സിമം പ്രിസൈസ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഈ ഹുക്ക്. അപ്പൊ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ കണ്ടിന്യൂഷൻ കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട. കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ ഇത് ഈ ഒരു ഓർഡറിൽ ഓരോ ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്യുന്നത് പോലെ ഓരോരോ വീഡിയോസ് അങ്ങ് കണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കാണിട്ടുള്ളത് യൂസ്റ്റേറ്റ് ഹുക്ക് ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആണ്. നമ്മൾ ഫോം പഠിക്കുന്നതിന് മുന്നേ സ്റ്റേറ്റ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ യൂസ്റ്റേറ്റ് ഹുക്ക് പഠിക്കും. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡീറ്റെയിൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണ് യൂസ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്, എന്തിനാണ് യൂസ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്, യൂസ്റ്റേറ്റ് ഹുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ യൂസ്റ്റേറ്റ് ഹുക്കിനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് യൂസ്റ്റേറ്റ് ഹുക്ക്. അപ്പൊ ഹുക്സ് എന്താണെന്നൊക്കെ നമ്മൾ പറയും. ഹുക്സ് എന്ന് പറയുന്നത് നമ്മളുടെ റിയാക്ടേഴ്സിൽ നമ്മൾ ഏറ്റവും മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ആണ് ഹുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹെൽപ്ഫുൾ ആക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഒരു കോംപ്ലക്സിറ്റി ഉള്ള കാര്യത്തിനെ കുറച്ചൊന്ന് അതിന്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹുക്സിന്റെ സഹായം തേടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു യൂസ്റ്റേറ്റ് ഹുക്ക് നോക്കാം. യൂസ്റ്റേറ്റ് ഹുക്ക് നോക്കിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് വരുന്ന ഹുക്കാണ് യൂസ് എഫക്റ്റ് ഹുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂസ് എഫക്റ്റ് ഹുക്ക് പഠിക്കുക. യൂസ്റ്റേറ്റ് ഹുക്ക് പഠിച്ചതിന് ശേഷം യൂസ് എഫക്റ്റ് ഹുക്ക്. ഞാൻ എപ്പോഴും പറയുന്നു, ഒരേ ഒരു ഇരിപ്പിലിരുന്ന് എല്ലാ വീഡിയോയും കണ്ടു തീർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്രേക്ക് എടുത്ത് ഓരോ ടോപ്പിക്സും അത്രയും മനഃപ്പാഠമാക്കിയതിനു ശേഷം, ബൈഹാർട്ട് ചെയ്തതിനു ശേഷം മാത്രം ഓരോരോ ടോപ്പിക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും ഫസ്റ്റ് യൂസ്റ്റേറ്റ് ഹുക്ക് ആണ്, പിന്നെ യൂസ് എഫക്റ്റ് ഹുക്ക് കാണുക. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ്
നമ്മൾ ഈ ഒരു വീഡിയോ കാണുക, യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. അതിനുശേഷമുള്ള യൂസ് സ്റ്റേറ്റ് ഹുക്ക് കഴിഞ്ഞതിന് ശേഷം യൂസ് എഫക്റ്റ് ഹുക്ക് പഠിക്കുക. അതിനുശേഷം കാണുന്ന വീഡിയോ ആണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. അപ്പം അതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതും കാണുക. എന്തിനാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് യൂസ് ചെയ്യുന്നത്, എന്താണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്, അതേപോലെ എവിടെ നമുക്ക് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് യൂസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ സ്റ്റേറ്റിനെ നമുക്ക് വിത്തിൻ ദ കമ്പോണന്റിലാണ് കോൾ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പ്രോപ്സ് മറ്റ് ഡിഫറെന്റ് കമ്പോണൻസിൽ ഡേറ്റ ആക്സസിന് വേണ്ടി യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അപ്പൊ തന്നെ ഒന്ന് എടുത്തൊരു ജസ്റ്റ് ഒന്ന് തിരുത്തി പറഞ്ഞായിരുന്നു, നമ്മൾ സ്റ്റേറ്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മളൊന്ന് ലെവലപ്പ് ആയാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. സോ അങ്ങനെ ലെവലപ്പ് ആയി വരുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു ടോപ്പിക്കാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് എന്ന് പറയുന്നത്. സോ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റേറ്റിനെ ജനറലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതെന്താന്ന് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഇത് കാണുക. അപ്പം തൽക്കാലം ഇത്രയും കാണുക, ഒരു ലൂപ്പിൽ ഇത്രയും കാണുക. ഫസ്റ്റ് എന്താണ് ജാവാസ്ക്രിപ്റ്റ് അറിയാത്തവരാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കാണുക, ദെൻ ES6 കോൺസെപ്റ്റ് കാണുക, ദെൻ റിയാക്റ്റിൽ എങ്ങനെ ES6 കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് കാണുക. പിന്നെ ഫോം ഹാൻഡ്ലിംഗ്, എങ്ങനെ ഫോമിനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കാണുക. പിന്നെ റിയാക്റ്റിൽ സ്റ്റൈലിംഗ് എങ്ങനെ ചെയ്യുമെന്ന് കാണുക, CSS സ്റ്റൈലിംഗ്. അതിനുശേഷം 3 ഹുക്സ് ആണുള്ളത്. 3 ഹുക്സ് അല്ല, നമുക്ക് ഇനിയും ഹുക്സ് ഉണ്ട്, പക്ഷെ എന്റെ ചാനലിൽ ഞാൻ 3 ഹുക്സേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഹുക്സുകൾ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ യൂസ് സ്റ്റേറ്റ് കാണുക, യൂസ് എഫക്റ്റ് കാണുക, യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് കാണുക. ഇത്രയും ഹുക്സ് കാണുക. അപ്പൊ ഇത്രയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടും റിയാക്ഷനെ പറ്റിയിട്ടുള്ള. ബേസിക് അല്ല, മോസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഓക്കെ. ആൻഡ് ഇത്രയും കണ്ടതിൽ വെച്ച് കാര്യം നമ്മൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇനി മിക്കവാറും ഒരു ലൈവ്, ജസ്റ്റ് ഒരു ലൈവ് പോലെ വരും. ഒരു ലൈവ് ഞാൻ 2-3 ദിവസമായിട്ട് നോക്കുന്നുണ്ട് ലൈവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ് സംഭവം, നമുക്ക് ഞാൻ ഇങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ഞാൻ ഇതുവരെ ലൈവ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അതിനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടൊന്ന് കുറച്ചുകൂടെ നോക്കിയതിനു ശേഷം ലൈവ് വരാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഇതുവരെ പഠിച്ചതിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. സോ അപ്പം ഇത്രയാണ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. ഇത്രയും നോക്കാം. ദെൻ അതിനുശേഷം നമ്മളുടെ വീഡിയോയിൽ ഞാൻ കുറെ കുഞ്ഞു ബിഗിനർ പ്രോജക്ട്സുകൾ ചെയ്തു. പ്രോജക്ട് മീൻസ് കുഞ്ഞു സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾസ് ഒക്കെ. അതൊക്കെ കാണാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യാം. ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ഓരോന്നിന്റെ ലിങ്ക്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. ഇപ്പൊ എല്ലാം കൂടി നിങ്ങൾ കാണേണ്ട. നിങ്ങൾക്ക് റിസർച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ട് റിസർച്ച് ചെയ്തൊക്കെ നോക്കാം. അപ്പൊ ഇത്രയും കാണാം. ആൻഡ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് പറയാം. ഒരു ലൈവ് ഇടുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ടേക്ക് കെയർ, ബൈ, സീ യു.